നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 316-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യൻ അംബാസഡർ ശ്രീ RL നാരായണനെ കുറിച്ചിട്ടാണ്. 1996-97 കാലഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. 96-ൽ അംബാസഡർ KP ഫാബിയാൻ അവിടുന്ന് ഒഴിഞ്ഞ ശേഷം പുതിയതായി വന്ന അംബാസഡറാണ് ശ്രീ RL നാരായണൻ. ആ കാലം, ആ വർഷം ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് മനസ്സിൽ തീക്കനൽ കൊരിയിട്ട അനുഭവങ്ങളൊക്കെയുള്ള ഒരു കാലമായിരുന്നു ആ ഒരു വർഷക്കാലം. ഞാൻ നിന്നെക്കാട്ടിലും നീ എന്നെക്കാട്ടിലും ഉയരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ, നീ എത്തിയാൽ എവിടം വരെ എത്തും എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ, ഞാനൊന്നും എത്തിയതിൻ്റെ 7 അയൽവക്കത്ത് നിനക്കൊന്നും എത്താൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന വേറെ ചിലർ, ഉയരങ്ങൾ താണ്ടി താണ്ടി ഹിമാലയത്തിന് മുകളിൽ പറക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. മനുഷ്യ മനസ്സല്ലേ, അത് വിവിധ തലങ്ങളിൽ വിവിധ രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ആരുടെയും കുറ്റങ്ങളും കുറവുകളും പറയുകയല്ല. വളരെ രസാത്മകമായി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വളരുമ്പോൾ, വളർന്ന് പന്തലിക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അത് സ്വാഭാവികം. ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതേണ്ടത്, നമ്മൾ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പകയും വിദ്വേഷവും ഒന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന ഒരു അക്രഡിറ്റേഷൻ, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഒക്കെയാണ് അത് എന്ന് ചിന്തിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതം സുഖം, സുഖകരം. ഇത് ഞാൻ പറയുന്നത് 1997-ലെ പ്രവർത്തന പരിധിയിൽ വെച്ച് ഓണാഘോഷവും എല്ലാ പരിപാടികളും വളരെ വിശദമായി തന്നെ ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. അന്ന് ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഏത് കലാകാരനും, ഏത് കലാകാരിക്കും, ഏത് എഴുത്തുകാരനും എല്ലാവർക്കും വളരെ പ്രാമുഖ്യവും അവിടെ അവർക്കൊരു വേദിയും അവർക്ക് സംസാരിക്കാനുള്ളൊരു ഇടവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. 16ഓളം അഫിലിയേറ്റ് ചെയ്ത സംഘടനകൾ എല്ലാം, അതിലേറിയ പങ്കും മലയാളികളുടേതാണ്. റസൽ ഖാൻ മലയാളി സമാജം, യുണൈറ്റഡ് ഫ്രണ്ട്സ്, ഇന്ത്യൻ മലയാളി സമാജം, അങ്ങനെ നിരവധി സമാജങ്ങളാണ് അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മലയാളത്തിലെ UA ഖാദറും ഡോക്ടർ അയ്യപ്പ പണിക്കരും പാട്ടുകാരൻ ബിജു നാരായണനും ചലച്ചിത്ര താരം തസ്മീ ഖാനും അങ്ങനെ എണ്ണിയാൽ തീരില്ല, അങ്ങനെ നൂറുകണക്കിന് കലാകാരന്മാരും മറ്റും പങ്കെടുത്ത ആ കാലഘട്ടത്തിലാണ് എൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ പെൻസുലയിലും ഗൾഫ് ടൈംസിലുമൊക്കെ നിരന്തരം വരികയുണ്ടായി. അതിനുശേഷം എൻ്റെ അറിവുകേടോ അറിവില്ലായ്മയോ എന്ന് വേണേൽ പറയാം. കാരണം
അന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ കയറിയിരിക്കാൻ പറയുക, അവരോട് കുശലാന്വേഷണം നടത്തുക, അതൊക്കെ സ്വാഭാവികമാണല്ലോ. നമ്മൾ ചിന്തിച്ചതും നമ്മൾ ജീവിച്ചതുമായ ചില സബരികൾ. അന്നങ്ങനെ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ BBC-യുടെ ലേഖയ വരുന്നു. അവരെ സ്വീകരിക്കുന്നു, ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ, പ്രത്യേകിച്ച് ഒരു ഭാരതീയന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചെടുത്ത് മറുതലയ്ക്കിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ആദ്യത്തെ ആ വാചകം ഓർമ്മ വരുന്നത്. അങ്ങ് ഹിമാലയത്തോളം മാറുന്നാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യജന്മങ്ങൾ. അത് നല്ലതായി ഭവിച്ചോ ചീത്തയായി ഭവിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കാലഘട്ടം വളരെ സംഘർഷം നിറഞ്ഞ ഒന്നായിരുന്നു. ആ അവസരത്തിലാണ് മുൻ അംബാസഡർ ശ്രീ RL നാരായൺ സാറിനെ ഞാൻ പലതവണ ഇന്ത്യൻ എംബസിയിൽ പോയി കാണുന്നതും സംസാരിക്കുന്നതും മറ്റും. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ അത്തപ്പൂക്കളമൊക്കെ ഇടാനും അത് ഒരുപാട് പേർക്ക് കാണാനും ഒക്കെ സാഹചര്യം ഉണ്ടായത് എൻ്റെയും കൂടെയുള്ള കുറേ സഹപ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമവും ഒക്കെയായിരുന്നു. 1997 ഞാൻ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ നിന്നും ജോലി റിസൈൻ ചെയ്യുന്നു. അതിനുശേഷം റാസ്ഗാസിൽ ഞാൻ ഡോക്യുമെൻ്റ് കൺട്രോളറായി ജോലിക്ക് കയറുന്നു. അവിടെ 7 വർഷം ജോലി ചെയ്യുകയുണ്ടായി. 1998 ഞാൻ എൻ്റെ കുടുംബത്തെ ആദ്യമായി ഖത്തറിൽ വിസിറ്റിങ്ങിന് കൊണ്ടുവരുന്നത്. ഏകദേശം 6 മാസക്കാലത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ യുണൈറ്റഡ് ഫ്രണ്ട്സിൻ്റെ ചില സുഹൃത്തുക്കളും എന്നോടൊപ്പം മുൻപ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഓറിയൻ്റൽ ട്രേഡിംഗ് കമ്പനി എന്നുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വിജയകുമാറും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ആ സംഘടനയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് അൽ ഗസൽ ക്ലബിൽ ഞാനും എൻ്റെ 8 വയസ്സോളം പ്രായമുള്ള എൻ്റെ മകനും ചേർന്ന് അൽ ഗസൽ ക്ലബിൽ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കിയാണ്. ഞങ്ങൾ 2 പേർ മാത്രം ഏകദേശം 12 മണിക്കൂറോളം ചെലവഴിച്ച് അവിടെ ഒരു പൂക്കളം ഇടുന്നു. 6 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള ഒരു ബൃഹത്തായിട്ടുള്ളൊരു പൂക്കളം 2 പേർ ചേർന്ന്. അന്ന് അരിമാവും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും അങ്ങനെ ഒരുപാട് പൊടികളെല്ലാം മിക്സ് ചെയ്ത് അതും കുറച്ച് പൂക്കളും അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു പൂക്കളം അവിടെ ഉണ്ടാക്കി. ഒരുപാട് സംഘടനകളിൽ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു. അന്നത്തെ പെനിൻസുലയിൽ ഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോയും, ഇത് കളറിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വർഷം 29 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അന്ന് എടുത്ത പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പെൻസുലയിലും ഗൾഫ് ടൈംസിലും വന്ന സ്നാപ്സാണ്. ഇതും പെൻസുലയിലും ഗൾഫ് ടൈംസിലും വന്ന സ്നാപ്പാണ്. ഇത് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഞാനിട്ട ഒരു പൂക്കളമാണ്. ഇതാണ് ഏറ്റവും ക്രെഡിറ്റായിട്ട് എടുത്ത് കാണിക്കേണ്ടത്. അംബാസഡർ RL നാരായണനും മറ്റുള്ളവരും ഈ പൂക്കളം കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും സൗന്ദര്യബോധത്തോടുകൂടി ചെയ്ത ഒരു പൂക്കളം ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല, ഇത് ചെയ്തവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അന്നവിടെ പ്രശസ്ത
നർത്തകിയും ചലച്ചിത്ര താരവുമൊക്കെയായ താരാ കല്യാണം ഗ്രൂപ്പും അവതരിച്ച പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായി. ഇത് ഇത്രയും ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് 28 വർഷം കഴിഞ്ഞിട്ടും എല്ലാ ഡോക്യുമെൻസും ആരെക്കുറിച്ച് പറയുമ്പോഴും ആരെഴുതിയതിനെക്കുറിച്ച് പറയുമ്പോഴും ആര് തന്നതിനെക്കുറിച്ച് പറയുമ്പോഴും അതിനെല്ലാം സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഓരോ പേപ്പറും വളരെ വാല്യുബിളായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവകാശികൾ എന്ന വിശ്വവിഖ്യാതമായ നോവൽ എഴുതിയ വിലാസിനിയുടെ കയ്യൊപ്പോടുകൂടിയുള്ള ഒരുപാട് കത്തുകൾ, അങ്ങനെ നിരവധി പേരുടെ കത്തുകളും ഓട്ടോഗ്രാഫുകളും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇന്നും ആ അത്തപ്പൂക്കളത്തെ വെല്ലുന്ന ഒരു റെക്കോർഡ് ഭേദിക്കാൻ ഒരു പൂക്കളവും ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ അറിവ്. ഇത് വലിയ ക്രെഡിബിലിറ്റി ആയിട്ട് പറയുകയില്ല. നമുക്ക് കലയോടുള്ള താല്പര്യം, വാസന, ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യൻ എംബസിയിൽ അന്ന് സാംസ്കാരിക വിഭാഗത്തിൽ ജോലി ചെയ്യുമ്പോൾ പലതവണ ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചെന്ന് പ്രവാസികളുടെ അംബാസിഡർ, ജനങ്ങളുടെ അംബാസിഡർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. നൈർമല്യമുള്ള വാക്കുകൾ, സ്നേഹത്തോടെ ഓരോ വ്യക്തിയെയും കാണാനുള്ള വലിയ കാഴ്ചപ്പാട്. നിരവധി തവണ അദ്ദേഹത്തെ കാണാൻ അവിടെ ചെന്നപ്പോഴും എത്ര തിരക്കാണെങ്കിൽ കൂടി അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും എങ്ങനെയാണ് നമ്മുടെ രാജ്യവുമായി ബന്ധം പുലർത്തുന്നതും അവിടുന്ന് വരുന്ന ലെറ്റേഴ്സും അവിടുന്ന് വരുന്ന കാര്യങ്ങളുമെല്ലാം വിശദമായി അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. തുടക്കത്തിൽ നിന്നും ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ ശ്രീ ഫാബിയാനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ സൂചിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ഡോക്ടർ വി കെ മോഹനൻ. അദ്ദേഹവും ഈ കാലയളവിലും എനിക്ക് ഒത്തിരി സപ്പോർട്ടും എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് മറക്കാൻ കഴിയില്ല. സാംസ്കാരിക കേന്ദ്രത്തിൽ ആൾ നാരായണൻ വന്നപ്പോഴെല്ലാം അദ്ദേഹം വളരെ സ്നേഹത്തോടെയും വിശാലമായ കാഴ്ചപ്പാടോടെയും വളരെ വിനയത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. അതാവണം ഓരോ മനുഷ്യൻ്റെയും മനുഷ്യ മനസ്സ് പഠിക്കാനും അവർക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിയണം. അപ്പോഴേ ഒരു രാജ്യസ്നേഹിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതിപുരുഷനാകുകയുള്ളൂ. ഞാൻ കുറേയധികം പേർ ആയിട്ട് കെ പി എസ് മേനോൻ ജൂനിയർ, അങ്ങനെ അന്തരിച്ച വെങ്കടേശ്വരൻ, അങ്ങനെ 10-26ഓളം അംബാസിഡർമാരുമായി നിരന്തരം ലിറ്ററേച്ചറുമായി ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ കത്തിലൂടെ എഴുതുകയും തിരിച്ച് മറുപടിയൊക്കെ ലഭിക്കുകയും ചെയ്തു. അവരയച്ച കത്തുകളെല്ലാം ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സൂചിപ്പിച്ചത് ഒരു വലിയ വ്യക്തിത്വം സമൂഹത്തിൽ ഒരു നല്ല പേര് സൃഷ്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ വളർച്ചയുടെ പാതയിൽ നിന്നും മുൻപോട്ട് കുതിക്കുമ്പോൾ മനുഷ്യ മനസ്സല്ലേ അവിടെ കടലിൻ്റെ അടിത്തട്ട് പോലെ നിറഞ്ഞു തുളുമ്പുന്ന ഒരുപാട് തിമിംഗലങ്ങളും അതുപോലെയുള്ള ജീവജാലങ്ങളുമൊക്കെ പാർത്തിരിക്കുന്നത് പോലെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം ബോധബലമായി നമ്മൾ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഏത് തരത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. പല പല വേഷങ്ങൾ കെട്ടിയാടി ഒടുവിൽ ഇങ്ങനൊരു നേട്ടവും ഉണ്ടായി. അന്ന് സത്യസന്ധമായ കാര്യങ്ങളിൽ
ദൃഢമായ പ്രതിജ്ഞകളും ദൃഢമായി ഫേസ് ചെയ്തതും ഒക്കെ ഒരു അനുഭവ പരമ്പര തന്നെയുണ്ട്. അങ്ങനെ ഒടുവിൽ ആ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് മുന്നേ ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി ആന്ധ്രാപ്രദേശ് സ്വദേശിയായ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യാം, പക്ഷെ ജീവിതം നിങ്ങളുടെ ഇതാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയാണ്. 1-2 തവണ ആലോചിക്കൂ, ഈ ജോലി റിസൈൻ ചെയ്യണോ തുടരണോ എന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ കേദാരഭൂവിൽ ജീവിതം സ്വപ്നം കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും അവിടുന്ന് റാസ് ഗ്യാസ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. ഏകദേശം 7 വർഷക്കാലത്തോളം അവിടെ ജോലി ചെയ്ത് വീണ്ടും മറ്റ് സേവന മേഖലയിൽ 2004 ഖത്തർ വിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഖത്തറിലെ അനുഭവങ്ങളെല്ലാം കൂടി വിസ്തരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ കൃതിയാണ് ആത്മനൊമ്പരങ്ങൾ അഗ്നിയിലാവാഹിച്ച 9 വർഷങ്ങൾ എന്ന സൃഷ്ടി. അതിൽ ശ്രീ VK മോഹനാണ് പ്രൊഫസർ ആമുഖം എഴുതിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞു കണ്ട വലിയൊരു വ്യക്തിത്വം. അദ്ദേഹത്തെ സൂചിപ്പിക്കാണ്ട് കടന്നു പോകാൻ കഴിയില്ല. പക്ഷേ കാലം നിവർത്തി വെച്ച കുടക്കീഴിൽ ഞാനും കടന്നിരിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ ഏകദേശം 10-28 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഓർമ്മകൾ ഖത്തറിലും ബഹ്റിനിലും സൗദിയിലും UAE-യിലും അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്ത്, അതിലേറെയും ദുഃഖ നിമഗ്നമായിട്ടുള്ള അനുഭവങ്ങൾ, അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൻ്റെ രഥത്തിൽ തേരോട്ടം നടത്തണമെങ്കിൽ മനസ്സ് ഒരു കാവ്യ മേഖലയാവണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 1948 ജനനം, 1972 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥൻ, മോസ്കോ, വാഷിങ്ടൺ, മാലിദ്വീപ്, യുഗസ്ലേവിയ, തായ്ലൻഡ് എന്നിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനമധികാരികളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1996 ഡിസംബർ മുതൽ 2000 നവംബർ വരെ ദോഹ ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു ബ്രീഫ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. കാലത്തിൻ്റെ മറ നീക്കി ഓരോ വ്യക്തികളെയും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ നമ്മൾ ഓർക്കുക തന്നെ ചെയ്യും, അത് നല്ലതായാലും മോശമായാലും. പക്ഷേ ഞാൻ കണ്ട മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ RL നാരായണൻ എന്ന് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും നിങ്ങളോട് പറയുന്നു. ഇന്നും അദ്ദേഹം കർമ്മനിരതനാണ് വിവിധ തലങ്ങളിൽ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.